പോലീസ് സ്റ്റേഷന്റെ തിണ്ണ വന്നിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അമ്മ അടിച്ചിറക്കി പുറത്ത് കളഞ്ഞ്. പേടിയെന്ന് വെച്ചാൽ ഇവര് പണക്കാരാണ്. വാദിയായിട്ടൊന്നൊരു കേസിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ പോലീസുകാരെല്ലാം പറഞ്ഞു നിങ്ങൾ കാണിക്കുന്ന മോശമാണ്, അമ്മയ്ക്ക് അവിടെ താമസിച്ചേ പറ്റുള്ളൂ, അമ്മയെ നിങ്ങൾക്ക് ഇറക്കി വിടാൻ പറ്റില്ല. ഇവരെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചെന്ന് പറഞ്ഞു അമ്മേനെ. ഇപ്പൊ പോലീസുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അറിയാൻ കഴിഞ്ഞ അമ്മയ്ക്ക് അവരിൽ നിന്ന് മർദ്ദനം ഏറ്റിട്ടുണ്ട്. അമ്മയുടെ കയ്യിലൊക്കെ മുറിവുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കേസ് എടുത്തിട്ടുണ്ട്. പോലീസ് അധികാരികൾ കേസ് എടുത്തുകൊണ്ട് കൊടുക്കാനായിട്ട് മകനകത്ത് കയറാൻ പാടില്ലെന്നാണ് ഇപ്പോഴവര് വീട്ടുകാർ പറയുന്നത്. ഇത് സഹോദരിയാണ്. ഇവരുടെ പേരെന്താണോ? ഇവരുടെ പേരാണ് പ്രമീള. ഇവരാണ് അമ്മയെ ഇവര് 3 പേര് കൂടി ചേർന്നാണ്. ഇവരുടെ മകളാണ് സിന്ധു. താങ്കൾക്ക് എന്തെങ്കിലും ഭയമുണ്ടോ ഇതൊക്കെ പറയുന്നതിന്? പേടിയെന്ന് വെച്ചാൽ ഇവര് പണക്കാരാണ്. എന്തും ചെയ്യാനുള്ള ആംബിയറുള്ളവരാണ് അവര്. താങ്കളെ ഉപദ്രവിക്കുന്നു? അമ്മയെ ഉപദ്രവിക്കുന്നുള്ള പേടിയേ ഉള്ളൂ. താങ്കളെ ഉപദ്രവിക്കുന്നു? ഇല്ല, എനിക്ക് അങ്ങനത്തെ പേടി. ചെറുമകൾ, അമ്മയുടെ ചെറുമകൾ, പ്രമീളയുടെ മകൾ. ഇത് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മ അടിച്ചിറക്കി പുറത്ത് കളഞ്ഞ്. അപ്പൊ അവരൊരു ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് എനിക്ക് അവരെ നിർബന്ധിച്ച് എന്റെ വാടക വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അവരെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് സുഖമില്ലാത്തതായതുകൊണ്ട് അവരെ വിഷമിപ്പിക്കാൻ എനിക്കും താല്പര്യമില്ല. അവരെ കുടുംബ വീട്ടിൽ തന്നെ താമസിക്കണം എന്നുള്ളതാണ്. അവരെ ഭർത്താവിനെ അടക്കിയ മണ്ണിൽ തന്നെ താമസിക്കണം. കുടുംബ വീടും കുടുംബ വീടിന്റെ അകത്ത് 2 എണ്ണം ഉണ്ട്. അമ്മയെ നോക്കാന്ന് പറഞ്ഞാൽ എഴുതി വാങ്ങിച്ചത്. ഇവിടെ അമ്മയെ അടിച്ചിറക്കിയതിന് ശേഷം ഇവിടെയും കൂടെ അവർക്ക് ഹോം സ്റ്റേ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിനാണ് പെട്ടെന്ന് അടിച്ചിറക്കി. അപ്പൊ ഇവിടെ കൂടെ അവർക്ക് വാടക കിട്ടുമല്ലോ. നിങ്ങൾക്ക് ഈ അമ്മയെ കൊണ്ട് സംരക്ഷിക്കാൻ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല സാർ. ഞാൻ കൊണ്ട് പോകാൻ തയ്യാറാണ്. പക്ഷെ അമ്മ വരിയില്ല. അമ്മയ്ക്ക് അമ്മയുടെ ഭർത്താവിന് അടക്കിയ മണ്ണിൽ തന്നെ താമസിക്കണം. ഇവിടെ വാദിയായിട്ടൊന്നൊരു കേസിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അനുകൂലമായിട്ട് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും നിന്നത്. പക്ഷെ അവര് ഇവിടെ സ്റ്റേഷനിൽ കിടന്ന് ഭയങ്കരമായ ഷൗട്ടിങ്ങും ബഹളവും. അതൊരു ഹിന്ദിക്കാരനാണ്. അപ്പൊ പോലീസുകാരെല്ലാം പറഞ്ഞു നിങ്ങൾ കാണിക്കുന്ന മോശമാണ്, അമ്മയ്ക്ക് അവിടെ താമസിച്ചേ പറ്റുള്ളൂ, അമ്മയെ നിങ്ങൾക്ക് ഇറക്കി വിടാൻ പറ്റില്ല, അത് നിയമമാണ്, കോടതി ഉത്തരവുള്ളതാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പ്രതിയാണെന്നുള്ളത് അവരുടെ ഒരു നോട്ടീസ് കൊടുത്ത് അവർ സൈൻ ചെയ്ത് പോയി. അത് ഭയങ്കര സ്റ്റേഷനകത്ത് ഭയങ്കര അക്രമമായിരുന്നു. അയാളായപ്പോഴത്തേക്ക് അവർ പിടിച്ച് അകത്ത് നിർത്തിയിട്ട് പിന്നീട് അവസാനം താന്ന് കരഞ്ഞു പിടിച്ചൊക്കെ പിന്നെ അവർ എഴുതി ഒപ്പിട്ട് പോയി. ഞാൻ ഇവിടെ വന്ന് അറിഞ്ഞ അടിസ്ഥാനത്തിൽ ഈ അമ്മേനെ ഇന്നലെ മർദ്ദിച്ചു എന്ന് അറിഞ്ഞു. അപ്പോൾ അതിനെതിരെ അയിരൂർ സ്റ്റേഷനിൽ കേസെടുത്തു എന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ വരുന്ന അമ്മമാരൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ആരോഗ്യമുള്ള സമയത്ത് വസ്തുക്കൾ എഴുതി മക്കളുടെ പേരെഴുതി വെക്കുകയും അവസാനം ഇതേ കണക്ക് അങ്ങടോ ഇങ്ങടോ ഇല്ലാതെ പോലീസ് സ്റ്റേഷൻ്റെ തിണ്ണ വന്നിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അടിയന്തരമായിട്ട് എന്തായാലും നമ്മുടെ അയിരൂർ സ്റ്റേഷൻ അവർ ഇടപെട്ടിട്ടുണ്ട്. അവർക്ക് ഉറപ്പായിട്ടും നീതി കിട്ടും അമ്മയ്ക്ക് എന്നാണ് എൻ്റെ വിശ്വാസം. അവരെ വീട്ടിൻ്റെ അകത്ത് കയറാൻ പാടില്ല, പുറത്ത് നിന്നേ ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ. മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹൈദരാബാദിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ സ്റ്റേഷനിൽ വന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി എന്നൊക്കെ അറിയുന്നത് കേട്ടു.